ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പാലക്കാടിനും ചിറ്റൂരിനും മധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ചിറ്റൂർ റൂട്ടിലേക്ക് ചെന്നാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നിരത്തിനടുത്ത് തന്നെയാണ്, റോഡിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം. മെല്ലെ ഇങ്ങനെ നടന്നാൽ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം, വളരെ രാജകീയ പ്രൗഢിയുള്ളൊരു ഗോപുരമാണത്. ഒരു തമിഴ് ശൈലിയിലാണ് ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം. ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും. വള്ളി ദേവയാനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. വള്ളി ദേവയാനി സമേതനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ. കിഴക്ക് തിരിഞ്ഞാണ് പ്രതിഷ്ഠ. പഴനിയിൽ പാതി കൊടുമ്പ് എന്നാണ് പറയാറ്. ഇവിടെ ശിരോമുണ്ടനം ചെയ്ത് തല മൊട്ടയടിച്ച് കാവടിയെടുക്കൽ, ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ ദർശനമൊക്കെ പ്രധാനമാണ്. മംഗല്യപൂജ, ശൂരസംഹാരം, തിരുക്കല്യാണം ഒക്കെയാണ് വിശേഷപ്പെട്ടതായിട്ട് ഇവിടെ വിശേഷങ്ങളായിട്ട് ആഘോഷിക്കുന്നത്. തൈപ്പൂയത്തിന് രഥോത്സവം ഉണ്ട് ഇവിടെ, പ്രധാനമാണ്. സുബ്രഹ്മണ്യസ്വാമിയെ കൂടാതെ ഗണപതി, വീരബാഹു, ഭൈരവൻ, ദക്ഷിണാമൂർത്തി, നാഗരാജാവ്, ചണ്ഡികേശ്വരൻ, നവഗ്രഹങ്ങൾ, ശിവപാർവതി, നന്ദി എന്നിവരെല്ലാം ഭഗവാന്റെ അടുത്ത് ഉപദേവന്മാരായിട്ട് ഇവിടെ വാഴുന്നു. നമ്മൾ ക്ഷേത്രം ഇങ്ങനെ ഇവിടെ എന്താ പറയുക, തല മൊട്ടയടിച്ച ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാം. തൊഴുത് ദർശനം നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വഴിപാട് നെല്ല് സ്വീകരിക്കുന്നു എന്ന്. ഇവിടെ പാലക്കാട് ജില്ല ആയതുകൊണ്ട്, ഇത് കേരളത്തിൻ്റെ നെല്ലറ കൂടി ആയതുകൊണ്ട്, ചിറ്റൂർ പ്രദേശമൊക്കെ ആയതുകൊണ്ട് ധാരാളം പാടങ്ങളുള്ള സ്ഥലമാണ്, നെൽകൃഷിയുള്ള സ്ഥലമാണ്. ഇവിടെ വീടിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായിട്ട് ഇവിടുത്തെ കർഷകർ എന്താ പറയുക, അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നെല്ല് ഇവിടെ ഭഗവാന് വഴിപാടായിട്ട് നൽകുന്നുണ്ട്. ഇത് സ്വീകരിക്കുന്നത് നമ്മൾ ഇവിടെ എഴുതി വെച്ചതായി കണ്ടു. അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലായി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ പല തരത്തിലുള്ള എന്താ പറയുക ചിത്രങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ എന്താ പറയുക കഥകളൊക്കെ ഉള്ള എന്താ പറയുക ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ മനോഹരമാണ്. ഒരു തമിഴ് ശൈലിയിലുള്ള ക്ഷേത്രമാണ്. അത് നിർമ്മിതിയാണ്. തമിഴ് ബ്രാഹ്മണന്മാർ തന്നെയാണ് ഇവിടെ പുരോഹിതന്മാരും ശാന്തിക്കാരും ഒക്കെ ആയിട്ട് ഉള്ളത്. നല്ല ഒരു കൊടിമരമൊക്കെ കാണുന്നുണ്ട്. നല്ല സാമാന്യം നല്ല വിശാലമായിട്ടുള്ളൊരു ക്ഷേത്രം. നല്ലതാണ്. മുട്ടയടിച്ച് ശിരോമുണ്ടനം ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പഴനിയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റാത്തവർ വഴിപാട് ആയിട്ടും ഭഗവാനെ ഇവിടെ പഴനിയിൽ പാതി കൊടുമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ഭക്തർ സന്ദർശിക്കേണ്ട അതിവിശിഷ്ടമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്ര സങ്കേതമാണിത്. അനുഭവം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പറയുന്നതിനേക്കാളും. ഈ ഗോപുരം വളരെ പ്രൗഢിയോടുകൂടിയുള്ളൊരു കരിങ്കല്ല് നിർമ്മിതമായിട്ടുള്ളൊരു ഗോപുരമാണ്. അങ്ങനെ മെല്ലെ നമ്മൾ ഗോപുരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇവിടുന്ന് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ നല്ല ഐശ്വര്യമുള്ളൊരു ക്ഷേത്രമാണ്. നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നത് വേറൊരു ക്ഷേത്രത്തിലേക്കാണ്. നേരെ ഓപ്പോസിറ്റായിട്ട് വരദരാജ പെരുമാൾ ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതാണ് വരദരാജ പെരുമാൾ. ശ്രീദേവി ഭൂമി സമേതനായിട്ടുള്ള വരദരാജ പെരുമാൾ മഹാവിഷ്ണു നാരായണ സ്വാമിയുടെ ക്ഷേത്രമാണിത്. ഇവിടെയും തൊഴാം. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം ഈ ചൊവ്വാദോഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിവാഹാദികൾ, അങ്ങനെയുള്ള മുടക്കൊക്കെ വന്ന് കിടക്കുന്ന ഒരു ചൊവ്വാദോഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കഠിനമായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഇവിടെ വള്ളി ദേവയാനി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഷ്ഠ കൂടി. ഇത് ഭഗവാനെ ശരിക്കും അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദോഷപരിഹാരമായിട്ടൊക്കെ ഇവിടെ ആളുകൾക്ക് വന്ന് തൊഴാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ നേർച്ച മുട്ടയടിക്കുന്ന സ്ഥലം, ശിരോമുണ്ടനം ചെയ്ത് കാവടിയൊക്കെ എടുത്ത് ഭഗവാനെ തൊഴാം. ഇത് ശോകനാശിനി പുഴയാണ് അങ്ങ് താഴെ കാണുന്നത്. കല്ല് വിരിച്ച ആ വഴികളിലൂടെ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ ശോകനാശിനി പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ, ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ്റെ എന്താ പറയുക ആശ്രമത്തിൻ്റെയൊക്കെ സ്ഥാനം കൊണ്ട് പവിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുണ്യഭൂമി കൂടിയാണ് ഈ ശോകനാശിനി പുഴയുടെ തീരം ചിറ്റൂർ ഭാഗത്ത്. ഒരു വേറിട്ട അനുഭവമാണ്. തീർച്ചയായിട്ടും നല്ല
ശാന്തതയുള്ള, വലിയ തിരക്ക് എന്ന് പറയാൻ തോന്നുന്നില്ല, എന്നാൽ ധാരാളം പേര് വരുന്നുണ്ട്. അങ്ങനൊരു മഹാക്ഷേത്രം. പഞ്ചാമൃതമൊക്കെ ആയിട്ടാണ് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അഭിഷേകപ്രിയനാണ് പൊതുവെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള അലങ്കാരത്തോടുകൂടി ഭഗവാനെ കാണാൻ പറ്റി. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം, നല്ല വെള്ളമൊക്കെ ഉള്ള നല്ല ഒരു ക്ഷേത്രം, കാണേണ്ട ക്ഷേത്രം.